മുഖ്യമന്ത്രി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, ഇവിടെ പങ്കെടുത്ത എല്ലാവരും നിറഞ്ഞ സന്തോഷത്തിലാണ്. രവിപിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഏറ്റവും പ്രത്യേകതയാർന്ന ഒരു സ്കോളർഷിപ്പ് പരിപാടിയാണ്. 1500 വിദ്യാർത്ഥികൾക്ക് 10 കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് ഈ വർഷം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ പ്രസ്താവിച്ചതുപോലെ അടുത്ത 50 വർഷത്തേക്ക് ഇതിനുവേണ്ടി 525 കോടി രൂപ നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നൂതന ലോകത്തുണ്ടാകുന്ന വിജ്ഞാനങ്ങളിലേക്കും അവസരങ്ങളിലേക്കും കൈപിടിച്ച് നടത്താൻ ഈ സ്കോളർഷിപ്പ് സഹായകമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശ്രീ രവിപിള്ള അദ്ദേഹത്തിൻ്റെതായി തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഇത്തരമൊരു ആശയം മനസ്സിലുദിച്ചപ്പോൾ തന്നെ അദ്ദേഹം കൂടി ഭാഗവാക്കായ നോർക്കയുടെ ഭാഗമായി രവിപിള്ള ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പ് പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം കണ്ടു. അതുതന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രത്യേകതയാണ് കാണിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ നിർണായക സ്ഥാനമാണ് ശ്രീ രവിപിള്ളക്കുള്ളത്. കേരളത്തിന് പുറത്ത് രാജ്യാന്തരമായി തന്നെ അദ്ദേഹം ഒരു വ്യവസായി എന്ന നിലക്ക് പ്രമുഖമായ സ്ഥാനം അലങ്കരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ അപൂർവം വ്യവസായ പ്രമുഖരിൽ ലോകത്ത് ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് ശ്രീ രവിപിള്ള. എന്നിട്ടും അദ്ദേഹം ഈ ഒരു പരിപാടി ഒരു പൊതുവായ സംവിധാനത്തിൻ്റെ ഭാഗമായി മാറണം എന്നാഗ്രഹിച്ചത് നാടിനോടുള്ള അദ്ദേഹത്തിൻ്റെ മറ്റൊരു കരുതലായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മുടെ നാടിൻ്റെ ഭാവി കണ്ടുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി ഇടപെടലുകൾ ഇതിനു മുൻപ് തന്നെ രവിപിള്ളയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വിപുലമായ ഒന്നാണ് ഈ സ്കോളർഷിപ്പ് പദ്ധതി. അത് നമ്മുടെ നാടിന് വലിയ മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ എത്തിച്ചേർന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഈ പിന്തുണ ഏറ്റവും മികച്ച രീതിയിൽ
ഉപയോഗപ്പെടുത്താനും കൂടുതൽ നല്ല ഭാവിയിലേക്ക് കുതിക്കാനും സഹായകമാകും എന്നുകൂടിയാണ് കരുതുന്നത്. നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ രംഗം ഇപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു മേഖലയാണ്. ഏതൊരു കുട്ടിക്കും എത്ര പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്കും താൻ ആഗ്രഹിക്കുന്നിടം വരെ പഠിച്ചുയരാനുള്ള സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. അതാണ് ഇന്നത്തെ പ്രത്യേകത. നിങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് നിങ്ങൾ എല്ലാ കാലവും ഇങ്ങനെയായിരുന്നുവെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ നാടിന് ഒരു ഇരുണ്ട ഭൂതകാലമുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നവരും വിദ്യാഭ്യാസം നടത്തുന്നവരുമാണ്. പക്ഷേ ഒരു കാലം അങ്ങനെയായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസത്തിന് പൂർണ്ണമായും വിലക്കേർപ്പെടുത്തപ്പെട്ട ഒരു വിഭാഗമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി അവർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു. നമ്മുടെ സമൂഹത്തിലെ വലിയൊരു ഭാഗം ആളുകൾ വിദ്യാഭ്യാസം ലഭിക്കാത്തവരായി ഉണ്ടായിരുന്നു. അതിന് അവകാശമില്ലാത്തവരായിരുന്നു. അതിനിടയാക്കിയത് അതീവ ജീർണമായ 1500 വിദ്യാർത്ഥികൾക്ക് 10 കോടിയുടെ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്ന ചടങ്ങ്. അതിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. RP ഫൗണ്ടേഷൻ, രവിപിള്ള ഫൗണ്ടേഷനാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.